ഹലോ, സായിസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. എന്താണ് എല്ലാവരുടെയും വിശേഷം? സുഖം തന്നെയല്ലേ? ഇവിടെ എല്ലാവർക്കും സുഖമായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് പ്രയാസമുണ്ട്. ഇപ്പോൾ ലോങ് വീഡിയോ വളരെ കുറവാണ് കേട്ടോ. ഞാൻ ഷോർട്ടൊക്കെ ഇട്ടിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. പിന്നെ ലൈവും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ക്രിസ്മസിൻ്റെ തലേന്ന് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ക്രിസ്മസിനൊരു കേക്കൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഒരു മോൾഡൊക്കെ വാങ്ങി പോകുന്നതാണ് കേട്ടോ. സ്ക്വയറിൻ്റെത് ഞാൻ ഇതുവരെ കേക്ക് ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ വിചാരിച്ചിട്ട് ഒരു സ്ക്വയറിൻ്റെ കേക്ക് ടിന്നൊക്കെ വാങ്ങി പോകുന്നതാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഒന്ന് രണ്ട് സാധനങ്ങളും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല, അതും കൂടെ വാങ്ങി. ഇത് നമ്മുടെ ക്രീമുണ്ട്, ബട്ടർ പേപ്പർ, അതുപോലെ തന്നെ വനില എസൻസ്, ചോക്ലേറ്റ് ചിപ്സ്, അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അംഗനവാടി വിട്ട് വന്നതിന് ശേഷമാണ് കേട്ടോ ഉണ്ടാക്കണത്. അതായത് ചൊവ്വാഴ്ചയാണ് കേട്ടോ. അപ്പോൾ മോള് ഇതാ മുറ്റടിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു കേക്ക് ഉണ്ടാക്കണമെങ്കിൽ ഈ മുറ്റടിച്ചൊരിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മുറ്റടിച്ച് വരുന്നത് കേട്ടോ. അടിക്കാൻ കൂടും കേട്ടോ, എൻ്റെ കൂടെ കൂടും. പിന്നെ ചേച്ചീൻ്റെ മക്കളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അവരിതാ തറവാട്ടിലുണ്ട്, ലോങ് സൈറ്റായിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ഞാൻ കേക്കിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് സാധാ പോലെ തന്നെയാണല്ലോ, ഞാൻ കുറേ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇതാ ഞാൻ ഒക്കെ സെറ്റാക്കിയിട്ട് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓവൻ സെറ്റപ്പാണ് നമുക്കുള്ളത്, ഓവനൊന്നുമില്ല. പിന്നെ ഇതാ കുറേ പാത്രങ്ങൾ കഴുകാനായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. കേക്ക് ഉണ്ടാക്കിയാലുള്ള ബാക്കി പരിപാടിയാണ് ഇതൊക്കെ. അപ്പോൾ അതാ നമ്മുടെ കേക്കൊക്കെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ലോണം പൊന്തിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് ഡിമോൾഡ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ അതാ ചേച്ചിയും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. ചേച്ചി വന്നിരുന്നു, പിന്നെ അങ്ങോട്ട് തന്നെ പോയിരുന്നു കേട്ടോ. ചേച്ചി അവിടെ ഒരു പ്രസ്സിൽ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലീവില്ലാത്തതുകൊണ്ട് അങ്ങനെ പോയതായിരുന്നു കേട്ടോ. പിന്നെ ക്രിസ്മസിന് ലീവാണല്ലോ, അപ്പോൾ പ്രസ്സൊക്കെ കഴിഞ്ഞിട്ട് ചൊവ്വാഴ്ച വൈകുന്നേരത്ത് ഇങ്ങോട്ട് തന്നെ പോകുന്നതാണ് കേട്ടോ. പിന്നെ അതാ ഷിബേട്ടന് കുറച്ച് ചിക്കൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കനൊക്കെ വെക്കുകയാണ് കേട്ടോ. ചിക്കൻ തന്നെ വെക്കണ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. സാധാ പോലെ തന്നെയാണ് വെക്കണത്. പിന്നെ കറി ഇല്ലാതെയാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ലച്ചുമോളാണ് വീഡിയോ എടുക്കുന്ന ആൾ. അപ്പോൾ ഇതിൻ്റെ തലേന്നത്തെ വീഡിയോസൊക്കെ ഞാൻ എടുത്ത് വെച്ചിരുന്നു കേട്ടോ, ഇടാന്നൊക്കെ കരുതിയിട്ട്. പക്ഷേ അതൊന്നും നടന്നില്ല. എന്തൊക്കെയോ കുറച്ച് സംഭവങ്ങൾ എടുക്കും ഞാൻ. എനിക്ക് ഓർമ്മ വരുമ്പോൾ ലച്ചുമുള്ള വീഡിയോ എടുക്കുക എന്ന് പറയും, അപ്പം എടുക്കും. പിന്നെ ഞാൻ എന്തെങ്കിലും പണിയിലാണെങ്കിൽ അതങ്ങോട്ട് വിട്ടുപോകും. അപ്പം അങ്ങനെ ആയപ്പോൾ കുറച്ചുള്ളൂ. അപ്പോൾ പിന്നെ ഞാനതൊന്നും അപ്ലോഡ് ആക്കിയില്ല കേട്ടോ. പിന്നെ അതാ നന്ദുമോളുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ചേച്ചിക്ക് 2 പെൺകുട്ടികളാണ്. ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇവൾ HI ആവാൻ പഠിക്കുകയാണ് കേട്ടോ. മറ്റേ ആൾ 9th-ലുമാണ് കേട്ടോ പഠിക്കുന്നത്. അപ്പോൾ 9th പഠിക്കുന്ന ആൾക്ക് ട്യൂഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ ഇപ്പോൾ വരൽ തന്നെ അല്ല കേട്ടോ. ഓണത്തിനായിട്ട് വന്നതാണ്, പിന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചിക്കനൊക്കെ ഇവിടെ ആവട്ടെ. മറ്റവരൊക്കെ മോളിക്ക് പോയതാണ് കേട്ടോ. കണ്ണൻ ഇവിടെ അല്ല, കണ്ണന് വീട്ടിൽ പോയതാണ്. ഏട്ടൻ ഞായറാഴ്ച വന്നിരുന്നു, അപ്പോൾ ഏട്ടൻ്റെ കൂടെ പോയതാണ് കേട്ടോ. എനിക്ക് പിന്നെ അംഗനവാടി ഉണ്ടായതുകൊണ്ട് വീട്ടിൽ പോകാൻ പറ്റിയിട്ടില്ല. വീട്ടിൽ നിന്ന് അംഗനവാടിക്ക് വരാൻ ഭയങ്കര ദൂരമാണ് കേട്ടോ. അപ്പോൾ പിന്നെ അത് റിസ്ക് എടുത്തില്ല, ഇനി പോകണം. പിന്നെ അതാ ഞാൻ കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്ക്വയർ കേക്ക് ആയതുകൊണ്ട് തന്നെ എനിക്കൊരു ഇതുണ്ട് കേട്ടോ. കാരണം ആ എഡ്ജൊക്കെ കറക്റ്റായിട്ട് കിട്ടുമോയെന്ന് അറിയില്ല. എന്തായാലും ഉണ്ടാക്കി നോക്കാം വിചാരിച്ചിട്ട് അങ്ങനെ ഒന്ന് വാങ്ങിയതായിരുന്നു. അപ്പോൾ എന്തായാലും കേക്കൊക്കെ സക്സസ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനൽ ലുക്ക് നോക്കാം കേട്ടോ. ബ്ലാക്ക് ഫോറസ്റ്റാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ സാധാ പോലെ തന്നെ നമ്മൾ ക്രീം അപ്ലൈ ചെയ്യുക, അതിൻ്റെ മുകളിൽ കേക്ക് വെച്ച് കൊടുക്കുക, പിന്നെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക, പിന്നെ ക്രീം ആക്കുക. ചോക്ലേറ്റ് ചിപ്സ് ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ മിൽക്ക് മെയ്ഡ് ഉപയോഗിക്കണില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനത് മറന്നായിരുന്നു. ഞാൻ വാങ്ങണമെന്നൊക്കെ കരുതിയിരുന്നു, പക്ഷേ ഞാൻ ആ കൂട്ടത്തിൽ അങ്ങോട്ട് മറന്നുപോയി. പിന്നെ ഏതായാലും നമുക്ക് തന്നെ അല്ലേ വിചാരിച്ചിട്ട് അങ്ങനെ അത് സ്കിപ്പ് ചെയ്തു. അപ്പോൾ അതാ ഞാൻ കേക്കിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രീലുമോൾ ഇവിടെ അല്ല, ശ്രീലുമോൾ മോളിക്ക് പോയതാണ് കേട്ടോ. ആ ടൈമിലാണ് ഞാൻ ചെയ്യണത്. അല്ലെങ്കിൽ അവൾക്ക് ക്രീമും വേണ്ടവരും ചോക്ലേറ്റ് ചിപ്സും വേണ്ടവരും എല്ലാം വേണ്ടവരും. പിന്നെ ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. കാരണം കേക്ക് ഉണ്ടാക്കണത് കേട്ടോ നമ്മൾ കുറേ വീഡിയോസിലൊക്കെ കാണിച്ച് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതേപോലെ തന്നെയാണ്, ഇതിന് ഷേപ്പിനൊരു മാറ്റം ഉണ്ട് എന്ന് തന്നെയുള്ളൂ. പിന്നെ ഞാൻ ക്രം കോട്ടൊക്കെ ചെയ്തിട്ട് പിറ്റേന്നാണ് കേട്ടോ ഒന്ന് സെറ്റാക്കണത്. പിന്നെ ഞങ്ങൾ രാത്രി ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ കിടന്നു കേട്ടോ. പിന്നെ ഫുഡ് കഴിക്കുന്ന വീഡിയോസും ഇതൊന്നും എടുത്തിട്ടില്ല. പിന്നെ പിറ്റേന്ന് രാവിലെ, അതായത് ക്രിസ്മസിൻ്റെ അന്ന് രാവിലെയാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ ഇതാ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്ന് ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ട്. അപ്പോൾ പിന്നെ
ഫുഡൊന്നും ഉണ്ടാക്കണ്ട. അപ്പോൾ കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ അതേപോലെ തന്നെ കുറച്ച് ചായ ഉണ്ട്, പിന്നെ ഇന്നലത്തെ കുറച്ച് ചിക്കൻ്റെ ബാക്കിയുണ്ട് ഇട്ടുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ചോറും കറിയൊന്നും വെക്കണില്ല, ഇപ്പോൾ അടുക്കളയൊക്കെ വൃത്തിയാക്കി ഇട്ടതാണ് കേട്ടോ. പിന്നെ ദാ ഇവിടെയാണ് എൻ്റെ ഐഫോൺ കുത്തിയേക്കൽ കേട്ടോ. ലച്ചുമോളിനെ എപ്പോഴും പറഞ്ഞ കളിയാക്കും അമ്മേൻ്റെ ഫോണിൻ്റെ ബെഡാണ് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിത് ഫോണ് ഈ ടവലിൽ വെച്ചിട്ടാണ് കുത്തിയേക്കൽ കേട്ടോ. അപ്പോൾ ഞാൻ അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ അതാ മക്കളൊന്നും നീച്ചിട്ടില്ല കേട്ടോ. ഇവർ രണ്ടാളും ഇവിടെയാണ് കിടന്നിട്ടുള്ളത്. ലച്ചുമോളും ശ്രീലു എൻ്റെ അടുത്തായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നീച്ച് പോന്നപ്പോൾ ഓൾ അങ്ങോട്ട് ഓരോരുത്തേക്ക് പോയതായിരുന്നു കേട്ടോ. അപ്പം ഞാൻ നീക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയുമായിരുന്നു. നേരം 8 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ ഒഴിവ് ദിവസമല്ലേ, അപ്പോൾ കിടക്കട്ടെ വിചാരിക്കും. സ്കൂളുള്ള ദിവസം അവർക്ക് എന്തായാലും നേരത്തെ നീച്ച് ഇതൊക്കെ ആക്കണ്ടേ. അപ്പം പിന്നെ ഇങ്ങനെ കടന്നു. പിന്നെ ഞാൻ കേക്കൊക്കെ ഡിസൈൻ ചെയ്തു കേട്ടോ. പണികളുണ്ടായിരുന്നു, അടിച്ചോരനും തുടയ്ക്കലും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കേക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് നിന്നു കേട്ടോ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു കല്യാണം ഉണ്ട്, അപ്പോൾ ഫുഡൊന്നും ഉണ്ടാക്കണ്ട. അപ്പോൾ അതിന് പോകണതിൻ്റെ മുന്നേ ഇതും കൂടെ റെഡിയാക്കിയിട്ട് അങ്ങനെ പോകാൻ വിചാരിച്ചിട്ടോ. പിന്നെ കല്യാണം കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ അമ്മമ്മേൻ്റെ വീട്ടിൽ പോകണം. ഇന്ന് വൈകുന്നേരം അമ്മമ്മേൻ്റെ വീട്ടിലാണ് കേട്ടോ. ഇവിടുത്തെ അമ്മേൻ്റെ വീട്ടിൽ കേട്ടോ. അപ്പോൾ ഇന്ന് ക്രിസ്മസ് എല്ലാവരും അവിടെയാണ് ആഘോഷിക്കുന്നത്, ചെറുമട്ടത്തിൽ കേട്ടോ. ജസ്റ്റ് ഫുഡൊക്കെ കഴിക്കുക, പിന്നെ കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങളിതാ കല്യാണത്തിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ അടുത്ത് തന്നെയാണ് കല്യാണം ഉള്ളത്. അപ്പോൾ ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ. അത് പുതിയൊരു ഓഡിറ്റോറിയമാണ്. അപ്പോൾ ഇവിടേക്ക് ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ചെക്കനെയും പെണ്ണിനെയും സ്റ്റേജുമ്പോൾ നോക്കിയപ്പോൾ കാണാനില്ല. പിന്നെ അത് അപ്പുറത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു സാധനം ഞങ്ങൾ കണ്ടു. ഇതാ കണ്ടോ, വലിയ ഫാനാട്ടോ. ഇത് ഞാൻ അങ്ങാടിപ്പുറം അമ്പലത്തിൽ കണ്ടിട്ടുണ്ട്, പിന്നെ ഞാൻ എവിടെ അങ്ങനെ കണ്ടിട്ടില്ല. വലിയ ഫാൻ പറഞ്ഞാൽ നല്ല വലുപ്പമുണ്ട് കേട്ടോ. വീഡിയോയിൽ എത്രത്തോളം വലുപ്പം അറിയുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഇതിലാറെ വലുപ്പം തോന്നിക്കും കേട്ടോ. പിന്നെ അതാ ചെക്കനും പെണ്ണൊക്കെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല. ഞങ്ങളൊരു 12 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ എത്തിയപ്പോഴത്തേന്. അപ്പോൾ താലികെട്ടും ഇതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ എല്ലാവരും കഴിക്കൽ തുടങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് അവിടേക്ക് വന്നതാണ് കേട്ടോ. നല്ല സദ്യയായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഈ ഫുഡ് കഴിക്കുന്ന സ്ഥലത്തും ഉണ്ട് ആ ഫാൻ കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണ് കേട്ടോ. ഫുഡ് കഴിക്കാൻ കിട്ടിയിട്ടില്ല, സീറ്റ് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ആയപ്പോൾ സീറ്റ് കഴിഞ്ഞു ഗൈസ്. പിന്നെ അതെല്ലാം അടുത്ത ട്രിപ്പിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടോ. ഞങ്ങൾ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി നിൽക്കായിരുന്നു. അപ്പോൾ അവിടെ ഒരു ഏട്ടൻ പറഞ്ഞു വേണ്ട, അവിടെ പുറത്തേക്ക് ഇനി ഇറങ്ങണ്ട, പുറത്തേക്ക് ഇറങ്ങിയാൽ ചിലപ്പോൾ ഞാൻ അടുത്തേലും സീറ്റ് കിട്ടൂല, അപ്പോൾ അവിടെ തന്നെ നിന്നോളി പറഞ്ഞിട്ട് അങ്ങനെ ഏതായാലും പെട്ടെന്ന് തീരുന്നുണ്ട് കേട്ടോ. നിൽക്കേണ്ടിയൊന്നും വന്നില്ല. ഒരു 5 മിനിറ്റൊക്കെ നിന്നിട്ടുള്ളൂ. അപ്പോഴത്തേന് സീറ്റ് ഒഴിഞ്ഞു കേട്ടോ. പിന്നെന്താ ഇലക്കെട്ട് വിഭവങ്ങളൊക്കെ വിളമ്പി. ഇപ്പോൾ പിന്നെ ഏത് കല്യാണത്തിന് പോയാലും സദ്യ അങ്ങനെ കിട്ടൂല കേട്ടോ. എല്ലായിടത്തും നെയ്ച്ചോറ്, ചിക്കൻ അല്ലെങ്കിൽ ബിരിയാണി അതൊക്കെയാവും. എനിക്ക് സത്യം പറഞ്ഞാൽ സദ്യനോടാണ് കേട്ടോ താല്പര്യം. പായസം കുടിക്കാമല്ലോ, അതാണ് ഒന്നാമത്തെ കാര്യം. പായസം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. പിന്നെ വീട്ടിലേക്ക് പോകുന്ന കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അമ്മമ്മേൻ്റെ അവിടേക്കും പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തി ഞങ്ങൾ ചിക്കനൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അമ്മമ്മ കുറേ ഉള്ളിയും കാര്യങ്ങളൊക്കെ നന്നാക്കി വെച്ചിരുന്നു കേട്ടോ ഞങ്ങൾ പോന്നപ്പോഴത്തേന്. അപ്പോൾ മക്കളൊന്നും പോന്നിട്ടില്ല, ഞാനും ചേച്ചിയും അമ്മയും കൂടെയാണ് കേട്ടോ പോന്നിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ വയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ വാട്ടുകയാണ് കേട്ടോ. ഇവിടെ ലൈറ്റിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അവിടെ ഗ്രില്ലിട്ടതായതുകൊണ്ടേ വെളിച്ചം നന്നായിട്ട് വരുന്നുണ്ട്. പിന്നെ അതാ മക്കൾസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോഴത്തേന് ചിക്കനൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ അരി കഴുകിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഇതാണ് അമ്മമ്മ, വല്യമ്മ, അമ്മേൻ്റെ ചേച്ചിയാണ് കേട്ടോ അത്. പിന്നെ അമ്മേൻ്റെ അനിയത്തി ഉണ്ട് ഇവിടെ. പിന്നെ അമ്മേൻ്റെ രണ്ടാമത്തെ അനിയത്തിൻ്റെ മോനും ഇവിടെയാണ് നിൽക്കുന്നത്. മോനും ഭാര്യയും കുട്ടികളും കേട്ടോ. അപ്പോൾ അവരിവിടെ ഇല്ല, അവർ വിരുന്ന് പോയതാണ് കേട്ടോ. സ്കൂളൊക്കെ അടച്ചതല്ലേ. പിന്നെ ഞങ്ങൾ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞു. കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഷോർട്സിന് വേണ്ടിയിട്ട് വീഡിയോ എടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്ത് ഞങ്ങൾ കഴിച്ചു. ക്രിസ്മസ് അങ്ങനെ ചെറുമട്ടത്തിൽ അങ്ങനെ ആഘോഷിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ നിലത്തന്നെ ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും വട്ടത്തിലിരുന്ന് കഴിക്കാമല്ലോ പറഞ്ഞിട്ട് അതൊരു രസം തന്നെയാണല്ലേ. എല്ലാവരും വട്ടത്തിലൊക്കെ ഇരുന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഷെയറൊക്കെ ചെയ്ത് അങ്ങനെ കഴിക്കുമ്പോൾ അതൊരു രസമാണ്. അപ്പോൾ അങ്ങനെ കഴിക്കാൻ പറഞ്ഞിട്ടേ. പിന്നെ ഉണ്ണിയേട്ടനും അച്ഛയൊക്കെ വന്നിരുന്നു കേട്ടോ. അവർ പിന്നെ മേശയമേ ഇരുന്നിട്ടാണ് കഴിച്ചത് കേട്ടോ. ഞങ്ങളെല്ലാവരും തറയിലിരുന്നിട്ടാണ് കഴിച്ചിട്ടുള്ളത്.
അപ്പോൾ ഏട്ടനൊന്നും പോന്നിട്ടില്ല കേട്ടോ. ഏട്ടൻ്റെ ഫ്രണ്ട് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ ചിലവുണ്ട് പറഞ്ഞിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് പോയതാണ് കേട്ടോ. പിന്നെ എന്തായാലും ഞങ്ങൾ ക്രിസ്മസ് ആഘോഷം ഇങ്ങനെയൊക്കെ അങ്ങനെ തീർന്നു കേട്ടോ. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്യാം. അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്